കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ സൗഹൃദത്തോടു കൂടി തന്നെ ഒരു വ്യക്തിയുടെ ജീവിതം അവിടെ ഇല്ലാതായി പോകും. അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം കൊണ്ട് ഒരു വ്യക്തിക്ക് നല്ലൊരു ഭാവിയിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത വിധത്തിൽ വലിയൊരു ബ്ലോക്ക് കിട്ടും. അതുകൊണ്ട് പ്രത്യേകിച്ച് യുവതി യുവാക്കൾ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഒരു സൗഹൃദം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നശിച്ചു പോയേക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു വചനം കണ്ടു നോക്കാം. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുലിഖിതത്തിലാണ് നല്ല സൗഹൃദത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വചനം പറയാണ്, ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്, അവൻ്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. അപ്പോൾ ഇവിടെ വചനം പറയാണ്, നമ്മളെടുക്കുന്ന സുഹൃത്ത് ഒരു ദൈവഭക്തനാണെങ്കിൽ ആ സൗഹൃദം നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വചനം പറയുന്നുണ്ട്, അവൻ്റെ സ്നേഹിതനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവഭക്തൻ്റെ കൂടെ കൂടുന്ന ആൾക്കാരും ദൈവഭക്തരായിട്ട് തീരും എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വാക്ക് നമുക്ക് പരിശോധിച്ചറിയാനായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവഭക്തൻ. ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇവിടെ മലയാളം ബൈബിളിനകത്ത് കാണുന്നത് ദൈവഭക്തൻ എന്നാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിനകത്ത് കാണുന്നത് ദോസ് ഹു ഫിയർ ദ ലോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയിൽ ജീവിക്കുന്ന ആൾ മാത്രമല്ല, അവനൊരു ദൈവ ഭയമുള്ള വ്യക്തിയും കൂടിയാണ്. എന്താണ് ഇവിടെ ദൈവഭയം എന്ന് പറയുന്നത്? പലപ്പോഴും പല ആൾക്കാരും വളരെ നെഗറ്റീവായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വാക്കാണ് ദൈവഭയം. എന്തിനാണ് ദൈവത്തെ ഭയക്കുന്നത്? ദൈവത്തെ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ, ദൈവത്തെ സ്നേഹിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ വാക്കിനെ പലപ്പോഴും പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ എന്താണ് ദൈവഭക്തൻ അല്ലെങ്കിൽ ദൈവത്തെ ഭയക്കുന്നവൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കണം, അതാരായിരിക്കണം, അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവഭക്തൻ അല്ലെങ്കിൽ ദൈവത്തെ ഭയക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി എന്നുള്ളൊരർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഭക്തിയിൽ, ആത്മീയതയിൽ എപ്പോഴും ദൈവ തിരുസന്നിധിയിലാണ് ജീവിക്കുന്നതെന്നുള്ള വലിയൊരു ബോധ്യത്തിൽ ജീവിക്കുന്ന ആൾ. അതായത് പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല ദൈവസന്നിധിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം എവിടെയായിരിക്കുമ്പോഴും ഏതെങ്കിലും ആരും കാണാത്ത ഒരു തെറ്റ് ചെയ്താൽ പോലും എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവൻ എങ്ങനെ ചിന്തിക്കും? ഞാൻ ദൈവസന്നിധിയിലാണ് എപ്പോഴും ജീവിക്കുന്നത്, ദൈവം എന്നെ കാണുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും ഏത് മൂലയിലായാലും ഏത് കോർണറിലായാലും എല്ലാ വാതിലുകളും അടച്ചിട്ട് വളരെ സുരക്ഷിതനായിട്ട് ആരും കാണാത്തൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിലും ഉറങ്ങുന്നതെങ്കിലും ജീവിക്കുന്നതെങ്കിലും അതെല്ലാം ദൈവം കാണുന്നു എന്നുള്ള വിചാരമുള്ള ആളാണ് ദൈവഭയം ഉള്ള ആളെന്ന് പറയുന്നത്. വളരെ അന്തസ്സായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ആന്തരിക ജാഗ്രതയിൽ ജീവിക്കുന്ന വ്യക്തി, എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആ വ്യക്തി ദൈവത്തെ ഓർക്കും. അതിപ്പോൾ നല്ലൊരു സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും അത് ആത്മാവിന് നല്ലതാണെങ്കിൽ മാത്രമേ ആ സൗഹൃദം തിരഞ്ഞെടുക്കുകയുള്ളൂ. ഇങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിക്കാണ് ദൈവഭയത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. സൗഹൃദം തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് യുവതി യുവാക്കൾ, എപ്പോഴും ശ്രദ്ധിക്കുക, സൗഹൃദം വെറും ഒരു വികാരമല്ല, അതൊരു ആത്മീയ ഉത്തരവാദിത്വം കൂടിയാണ്. ലാഭത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല സൗഹൃദം, സുഖത്തിനും സൗകര്യത്തിനുമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല സൗഹൃദം. ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സുഹൃത്ത് ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നൊക്കെ നോക്കിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പാടുള്ളൂ. ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കാത്ത ഒരു സൗഹൃദമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സുഹൃത്താണ് നിങ്ങളുടെയെങ്കിൽ, ആ സുഹൃത്ത് നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിലും കാപട്യമുണ്ടാവും. അത് യഥാർത്ഥ സ്നേഹമായിരിക്കില്ല. അതെന്തെങ്കിലും സുഖത്തിനോ സൗകര്യത്തിനോ ലാഭത്തിനോ വേണ്ടിയിട്ടുള്ള സ്നേഹമായിരിക്കും. നല്ല സൗഹൃദം ഉണ്ടല്ലോ, സത്യത്തിൽ നിലനിൽക്കും, പ്രാർത്ഥനയിൽ ആഴപ്പെടും, അവർ പരസ്പരം ഉയർത്തും. നിങ്ങൾക്കറിയാവോ, സുഹൃത്തുക്കളുടെ കൂടെ നടന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ജീവിതം ഇല്ലാതായിട്ട് പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നല്ല സൗഹൃദം കൊണ്ട് ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റിവരും, ജീവിതത്തിൽ രക്ഷപ്പെട്ടവരും ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെ സുഹൃത്തുക്കൾ വേണ്ടാന്നുള്ളതല്ല, കൂട്ടുകാർ വേണ്ടാന്നുള്ളതല്ല. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ, സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ അവ ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. എല്ലാ ഗുണങ്ങളും നിറഞ്ഞ നല്ലൊരു സുഹൃത്തിനെ നമുക്ക് ഈ ഭൂമിയിൽ കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരികയില്ല. പക്ഷേ വിശുദ്ധ ബൈബിൾ പറയുന്ന ഏറ്റവും കുറഞ്ഞ അറ്റ്ലീസ്റ്റ് ദൈവഭക്തൻ, ദൈവഭയം അത്രയെങ്കിലും ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സുഹൃത്താണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഈ ഒരു ഗുണമുണ്ടെങ്കിൽ ബാക്കി എല്ലാ കുറവുകളും ദൈവം നികത്തും. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്ന യുവതി യുവാക്കളാണെങ്കിൽ
നിങ്ങളുടെ സുഹൃത്തുക്കളെ സമർപ്പിച്ചുകൊണ്ട്, കൂട്ടുകാരെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ കൂടുന്നത് സൗകര്യത്തിനും സുഖത്തിനും ലാഭത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ ആ സൗഹൃദ ബന്ധം ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുക്കണം. മാത്രമല്ല, അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഈ സമയം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുവാനും തയ്യാറാകണം. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അവരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. സൗഹൃദങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധികളിലൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ആ സുഹൃദ്ബന്ധം ഒരു അനുഗ്രഹമാക്കി തിരിച്ചു തരണമെന്ന് ഈശോയോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഒരു ആശീർവാദം സ്വീകരിക്കാം.